ഹായ് ഹലോ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വെയിൽ തെളിഞ്ഞു കേട്ടോ. അപ്പം ഞാനൊക്കെ എങ്ങനെയും അതങ്ങ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് വെളിയിലോട്ട് ഇറങ്ങിയേ. ഒത്തിരി നാളായി വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ കിങ്ങിണിക്ക് അപ്പടിയെ മുഷിച്ചിലായിരുന്നു, പെരയ്ക്കകത്തിരുന്ന് ഈ മഴയൊക്കെ അല്ലായിരുന്നോ. അപ്പം ഞങ്ങളൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതുണ്ടോ ഈ പൂ കണ്ടോ? ഇതിന് രണ്ട് കളറാണ് കേട്ടോ ഉള്ളത്. ഒന്നിന് ഗ്രീനും ഒന്ന് ഒരു ചെറിയൊരു ബ്ലൂ പോലത്തെ ഒരു കളറും. ആ വെയിലടിക്കുമ്പോഴത്തേന് ആ പൂ നന്നായിട്ട് അങ്ങ് തിളങ്ങുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ടേ. അപ്പം കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. പക്ഷേ കിങ്ങിണിയെ സംബന്ധിച്ചിടത്തോളം ആൾക്കൊരിടത്ത് ഒരു 5 മിനിറ്റ് അങ്ങനെ നിൽക്കാനായിട്ടുള്ള താല്പര്യമില്ല. ഇങ്ങനെ നടക്കണം ആൾക്ക്. ഇങ്ങനെ എന്നാ പറയുന്നത്, ഓരോ സ്ഥലത്ത് ഓടിപ്പോയി ഓരോ പൂ പറിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണേ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരമേ പൂ ആസ്വദിച്ചുള്ളൂ കേട്ടോ. ഞങ്ങളെങ്കിൽ പിന്നെ റോട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചേ. അവിടെ ആകുമ്പോഴത്തേനും പിള്ളേരുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, അക്കരയിലുള്ള പിള്ളേരുടെ. അപ്പോൾ ആൾക്ക് അങ്ങോട്ട് ചെല്ലണം, അതിന് വേണ്ടിയുള്ളൊരു ധൃതിയാണ്. ഞങ്ങൾ അങ്ങനെ റോട്ടിലോട്ട് അങ്ങനെ പോകാറില്ല, പേടിയാണ്. കാരണം ഇങ്ങനെയും കൊണ്ട് റോട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ആളിങ്ങനെ ഓടും, നമ്മുടെ കൈ വിട്ടങ്ങ് ഓടും. പെരയ്ക്കകത്തിരിക്കുമ്പം കിങ്ങിണി അമ്പിയാണ്, അന്യൻ സിനിമയിലെ അമ്പിയാണ്. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആൾ അന്യനായി മാറും. അതുകൊണ്ട് എനിക്ക് വെളിയിലിറക്കാൻ ഭയങ്കര പേടിയാണ്. മുടി കണ്ടോ, മുടി കെട്ടി വെച്ചേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കിങ്ങിണിയുടെ ഉണ്ടായ സമയത്ത് ഇങ്ങനെ പിള്ളേർക്ക് മുടി ഉണ്ടാവുമല്ലോ. ആ മുടിയൊക്കെ ഞാനൊരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേനും നല്ലപോലെ ലെന്ത് ആവൂലേ, ഞാനിങ്ങനെ കെട്ടി വെക്കുകയായിരുന്നു. നല്ല ഭംഗിയാണ് ആ മുടി കാണാനായിട്ട്. ഞാനപ്പോൾ ഓർക്കും, ദൈവമേ അത് മുട്ടയടിച്ച് നമ്മൾ കളഞ്ഞു. ഇപ്പം ഞാൻ പറയും, ദൈവമേ അത് മുട്ടയടിച്ച് കളയണ്ടായിരുന്നു. കാരണം നല്ല രസമാണ് കാണാനായിട്ട്. ആ ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഉണ്ട് ആ മുടിയും ആ മുഖത്തെ ആ ക്യൂട്ട്നെസ് ഒക്കെയും. ഈ പൂ കണ്ടോ, ഇത് മരത്തേന്ന് മുകളിൽ ഒരു മരമുണ്ട്, ആ മരത്തേന്ന് വീഴുന്നതാണേ. അപ്പോൾ കിങ്ങിണി അതെടുത്ത് എനിക്ക് തരുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, അത് കളഞ്ഞേക്കാൻ പറഞ്ഞപ്പോൾ ആളെന്തേത് സമ്മതിക്കത്തില്ല. ആൾക്കത് എൻ്റെ കയ്യിലോട്ട് തരണം. എന്നിട്ട് പിന്നെ ഞാനത് മേടിച്ചു കേട്ടോ. മേടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായേ. അമ്മി പൂവ് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ പൂ കാണാനായിട്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ, വെയിൽ തെളിഞ്ഞോ, മഴയുണ്ടോ? സത്യം പറഞ്ഞാൽ മഴ എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പം ഭയങ്കര പേടിയാണ്. കാരണം ഓരോ സ്ഥലത്തും ഓരോ ദുരന്തങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര, ടി വിയിലൊക്കെ ന്യൂസൊക്കെ കാണുമ്പോഴേ, ഫോണിലൂടെ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പേടിയാണ്, എന്താ സംഭവിക്കുന്നത്, അടുത്ത് എന്താണ് ഒരു ഉത്കണ്ഠയാണേ. അതുകൊണ്ട് തന്നെ വെയിൽ വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ എന്നാ, നിങ്ങളെല്ലാവരും സേഫായിട്ടാണല്ലോ ഇരിക്കുന്നതല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാണേ. വെയിൽ വന്നപ്പോഴത്തേനും ഉള്ളൊരു സന്തോഷം അത് നിങ്ങളും കൂടെ ആയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം, അതായത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രയുള്ളേ. അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആണേ. നമ്മുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം റീച്ചൊക്കെ കുറഞ്ഞു പോയായിരുന്നു കുറച്ച് നാളായിട്ട്. ഇപ്പം ഞാൻ ഡെയിലി വീഡിയോസൊക്കെ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റീച്ച് ആവുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് ഇത്രത്തോളം എത്താൻ സാധിച്ചത്. കാരണം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടതേ ഉള്ളൂ, ജസ്റ്റ് എൻ്റെ വീഡിയോസ് ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേനും ഓരോ ആൾക്കാർ എനിക്ക് തരുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത്, വീഡിയോസ് ഫീഡിൽ വരുന്നില്ല അങ്ങനെയൊക്കെ അവർ അറിയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളെ ഒന്ന് നേരിട്ട് പോലും കാണാത്ത ആൾക്കാർക്ക് നമ്മളോട് ഇത്ര സ്നേഹം ഉണ്ടല്ലോ എന്നോർക്കുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇത്രത്തോളം, അതായത് എനിക്കിപ്പോൾ ഒരു 800 സംതിങ് സബ്സ്ക്രൈബേഴ്സായി. അപ്പം എൻ്റെ ഒരു ഫാമിലിയിൽ ഇത്ര ആൾക്കാർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രത്തോളം എത്താൻ പറ്റിയത്. ഈ 800 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഖ്യ ആണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു 800K അങ്ങനത്തെ ഒരു ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയാണ് കേട്ടോ. അപ്പം നിങ്ങളാണ് എൻ്റെ ശക്തി എന്ന് പറയാനായിട്ട്. ഇപ്പം യൂട്യൂബിൽ പുതിയ എന്താ പറയുന്നത്, യൂട്യൂബ് അൽഗോരിതം ഒക്കെ ഒരുപാട് മാറി, പുതിയ കുറേ ക്രൈറ്റീരിയാസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായേ പറ്റുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്നേഹം മാത്രം എന്നും എപ്പോഴും. എന്താ പറയുക, എൻ്റെയും കിങ്ങിണിയുടെയും ഡെയിലി വ്ളോഗ്സൊക്കെ ഇനി ഞാൻ മുന്നോട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, താങ്ക് യു, ലവ് യു ഓൾ.